ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു ട്രേഡിംഗ് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു 2.65 മില്യൺ USDTയുടെ ഒരു പ്രൈസ് പൂളൊക്കെ ആയിരിക്കും ഈ ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ബിഗ്ഗെറ്റിലാണ് ഈ ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത്. Kcgi എന്നാണ് ഈ ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ്റെ പേര്. അപ്പോൾ എന്തൊക്കെ കോമ്പറ്റീഷൻസ് ആണ് ഇതിലുള്ളത്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കോമ്പറ്റീഷൻസ് ആണ് ഇതിലുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, ആൻഡ് എന്തൊക്കെയാണ് നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും കിട്ടുന്ന പ്രൈസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. Kcgi 2023 കിങ്സ് കപ്പ് ഗ്ലോബൽ ഇൻവിറ്റേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഈ ഒരു പേജിലേക്കുള്ള ലിങ്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ആണ് വരുന്നത്. 1 സ്പോട്ട് ട്രേഡിംഗ് ആണ്, 2 ഫ്യൂച്ചേഴ്സ് കോപ്പി ട്രേഡിംഗ് ആണ്, 3 ഡെമോ ട്രേഡിംഗ് ആണ്, 4 ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണ്. ഇത് സ്പോട്ട് ട്രേഡിംഗ് ഇപ്പോൾ കോമ്പറ്റീഷൻ പീരീഡ് ആണ്, ഓൾറെഡി അതിൻ്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോട്ട് ട്രേഡിംഗിൽ നമുക്കിനി മത്സരിക്കാൻ സാധിക്കില്ല. നമുക്കിനി മത്സരിക്കാൻ സാധിക്കുക ഫ്യൂച്ചേഴ്സ് കോപ്പി ട്രേഡിങ്ങിലും ഡെമോ ട്രേഡിങ്ങിലും ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലുമാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സ് കോപ്പി ട്രേഡിങ്ങിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. കോപ്പി ട്രേഡിങ്ങിലേക്ക്, അതായത് കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നവർക്കായിരിക്കും ഇതിൽ പ്രൈസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇപ്പോൾ കറണ്ട് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് 123 പാർട്ടിസിപ്പൻസ് ആണ് കറണ്ട് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ അൺലോക്ക്ഡ് പ്രൈസ് പൂൾ എന്ന് പറയുന്നത് 25,000 USDT ആണ്. ഓക്കെ, അപ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് പൂളും കൂടുന്നതായിരിക്കും. ഒരു 15,000 താഴെയാണ് പാർട്ടിസിപ്പൻസ് എന്നുണ്ടെങ്കിൽ ഒരു $25,000 ആയിരിക്കും, 25,000 USDT ആയിരിക്കും പ്രൈസ് പൂൾ എന്ന് പറയുന്നത്. ആൻഡ് 30,000-നും 15,000-നും ഇടയിലാണ് പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50,000 USDT ആയിരിക്കും പ്രൈസ് പൂൾ എന്ന് പറയുന്നത്. ആൻഡ് 30,000-ന് മേലെ പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 80,000 USDT ആയിരിക്കും പ്രൈസ് പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് പൂളും കൂടുന്നതായിരിക്കും. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്കൊരു ടീമായിട്ട് വേണമെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടീമിൽ ജോയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാനിതിലൊരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് തന്നെ, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡിൽ ഞാൻ അതിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 9/15 മുതൽ 9/30 വരെയാണ്. ഓക്കെ, അതായത് 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെയായിരിക്കും ഈ കോമ്പറ്റീഷൻ പീരീഡ് എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ പീരീഡ് 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആയിരിക്കും. ഓക്കെ, 15-ാം തീയതി വരെ, ഈ മാസം 15-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഏതെങ്കിലും ടീമിൽ ജോയിൻ ചെയ്യുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ജോയിൻ എ ടീം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ടീമിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ ടീമിലും ജസ്റ്റ് ജോയിൻ എ ടീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളത് ജോയിൻ ചെയ്യണോ അതോ സ്വന്തമായിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ഇതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് യൂസേഴ്സ് മസ്റ്റ് ഹാവ് എ മിനിമം നെറ്റ് വാല്യൂ ഓഫ് 300 USDT ഇൻ ഫ്യൂച്ചേഴ്സ്. ഒരു 300 USDT നിങ്ങളുടെ ഫ്യൂച്ചേഴ്സിൽ ഉണ്ടായിരിക്കണം. 300 USDT നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് വാലറ്റിൽ ഒരു ബാലൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓൺലി എലൈറ്റ് ട്രേഡേഴ്സ് ക്യാൻ അപ്ലൈ ടു ക്രിയേറ്റ് എ ടീം. നിങ്ങൾ ഒരു എലൈറ്റ് ട്രേഡർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ടീമിൽ ക്യാപ്റ്റൻ അടക്കം മിനിമം 10 പേരെങ്കിലും വേണമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷനിൽ ക്വാളിഫൈ ആവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15,000-ന് ഉള്ളിലും അതുപോലെ തന്നെ 30,000-ന് ഉള്ളിലൊക്കെ ആണെങ്കിലുള്ള പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീം റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് വരുന്ന ടീമിന് 30%, പ്രൈസ് പൂളിൻ്റെ 30% ഫസ്റ്റ് പ്ലേസ് വരുന്ന ടീമിനായിരിക്കും. സെക്കൻഡ് പ്ലേസ് വരുന്ന ടീമിനായിരിക്കും പ്രൈസ് പൂളിൻ്റെ 20%, തേർഡ് പ്ലേസ് വരുന്ന ടീമിനായിരിക്കും പ്രൈസ് പൂളിൻ്റെ 10%. അങ്ങനെ ഇത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് പ്രൈസ് പൂളിൻ്റെ ഫസ്റ്റ് പ്ലേസിനും സെക്കൻഡ് പ്ലേസിനും ഒക്കെ പ്രൈസ് പൂളിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് കോപ്പി ട്രേഡിങ്ങിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഡെമോ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോ ട്രേഡിങ്ങിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. 5-ാം തീയതി മുതലാണ് ഡെമോ ട്രേഡിങ്ങിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 15-ാം തീയതി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ടൈം. ആൻഡ് കോമ്പറ്റീഷൻ പീരീഡ് എന്ന് പറയുന്നത് 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷനും കോമ്പറ്റീഷനും ഏകദേശം ഒരേ സമയത്ത് തന്നെയായിരിക്കും നടക്കുന്നതായിരിക്കും. രജിസ്ട്രേഷനോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡെമോ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. യു മസ്റ്റ് ഹാവ് മിനിമം നെറ്റ് വാല്യൂ ഓഫ് 100 USDT ഇൻ ഫ്യൂച്ചേഴ്സ് അസറ്റ്. ഒരു 100 USDT ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് വാലറ്റിൽ ആവശ്യമായിട്ട് വരുന്നത്. ആൻഡ് മാർക്കറ്റ് മേക്കർ അക്കൗണ്ട്സ് ആർ നോട്ട് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ. മാർക്കറ്റ് മേക്കർ അക്കൗണ്ട്സിന് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല.
അക്കൗണ്ട്സ് ദാറ്റ് ഹാവ് എൻഗേജ്ഡ് ഇൻ API ട്രേഡിംഗ്, നിങ്ങൾ API കീസ് ഒക്കെ വെച്ചുകൊണ്ട് വല്ല ബോട്ട് ട്രേഡിങ്ങിനൊക്കെ ഇത് ആ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ആൻഡ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 പാർട്ടിസിപ്പൻസ് ഇൻ ടേം ഓഫ് ഡെമോ ട്രേഡിംഗ് PNL ആർ എലിജിബിൾ ഫോർ ദ റിവാർഡ്സ്. ഓക്കെ, അപ്പോൾ വിന്നിംഗ് യൂസർ റിവാർഡ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്ലേസ് വരുന്ന ആൾക്ക് 40% ഓഫ് ദ പ്രൈസ് പൂൾ കിട്ടുന്നതായിരിക്കും. സെക്കൻഡ് പ്ലേസ് വരുന്ന ആൾക്ക് 20% ഓഫ് ദ പ്രൈസ് പൂൾ കിട്ടുന്നതായിരിക്കും. തേർഡ് പ്ലേസ് വരുന്ന ആൾക്ക് 10% ഓഫ് ദ പ്രൈസ് പൂൾ കിട്ടുന്നതായിരിക്കും. ആൻഡ് 4 മുതൽ 10 പ്ലേസ് വരെ വരുന്ന ആളുകൾക്ക് 30% പ്രൈസ് പൂൾ അവരുടെ PNLന്റെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വിന്നിംഗ് റിക്വയർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഡെമോ ട്രേഡിംഗ് PNL ആണ് നോക്കുക. ഫ്യൂച്ചേഴ്സ് ഡെമോ ട്രേഡിംഗ് PNL ഏറ്റവും കൂടുതലുള്ള ആളുകൾക്കായിരിക്കും ഇവിടെ പ്രൈസ് കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതാണ് ഡെമോ ട്രേഡിങ്ങിൻ്റെ കാര്യം. ഇനി ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് ബിറ്റ്ഗേറ്റിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഒന്ന് ടീമായിട്ട് പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുക്കാം. അപ്പോൾ ടീമായിട്ട് പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് ക്യാപ്റ്റൻസ് ആൻഡ് ടീം മെമ്പേഴ്സ് മസ്റ്റ് ഹാവ് മിനിമം നെറ്റ് വാല്യൂ ഓഫ് 300 USDT. അപ്പോൾ മിനിമം ഒരു 300 USDT നിങ്ങളുടെ ടീം ക്യാപ്റ്റനും നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിനും ഉണ്ടായിരിക്കണം. ഫ്യൂച്ചേഴ്സ് വാലറ്റിൽ 300 USDTയുടെ ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈച്ച് ടീം മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടീമിലും മിനിമം ഒരു 10 മെമ്പേഴ്സെങ്കിലും, ക്യാപ്റ്റൻ അടക്കം ഒരു 10 മെമ്പേഴ്സെങ്കിലും ഓരോ ടീമിലും ഉണ്ടായിരിക്കണം. The formation of team will be stopped 24 hours before the start of the competition. കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പേ തന്നെ ടീമിൻ്റെ ഫോർമേഷൻസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. യൂസേഴ്സ് ക്യാൻ ഓൺലി ജോയിൻ 1 ടീം ആൻഡ് കനോട്ട് ലീവ് ദ ടീം ആഫ്റ്റർ ജോയിനിങ്. ആകെ ഒരു ടീമിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ലീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ API ട്രേഡിങ്ങിൽ ഉള്ള API കീസ് വെച്ചുകൊണ്ട് എന്തെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മാർക്കറ്റ് മേക്കർ അക്കൗണ്ട്സിനൊന്നും തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ആൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ടീംസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ദ ക്യാപ്റ്റൻ ക്യാൻ സെറ്റ് ദ ടീം ടു പബ്ലിക് ഓർ പ്രൈവറ്റ്. ക്യാപ്റ്റന് വേണമെങ്കിൽ ടീമിനെ പബ്ലിക് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ സെറ്റ് ചെയ്യാം. പബ്ലിക് ടീംസ് ആർ ഓപ്പൺ ടു ദ പബ്ലിക്, മീനിങ് എനിവൺ ക്യാൻ ജോയിൻ. പബ്ലിക് ടീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പ്രൈവറ്റ് ടീം ആണെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് കീ ഉണ്ടായിരിക്കും. ആ കീ ഉപയോഗിച്ച് മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു 200 ടീമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം USDTയുടെ പ്രൈസ് പൂൾ ഉണ്ടായിരിക്കും. 400 ടീമാണ് എന്നുണ്ടെങ്കിൽ 2 ലക്ഷം USDTയുടെ പ്രൈസ് പൂൾ ആയിരിക്കും. 600 ടീം ഉണ്ട് എന്നുണ്ടെങ്കിൽ 4 ലക്ഷം USDT, 800 ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ലക്ഷം USDT. അങ്ങനെ ടീം കൂടുന്നതിനനുസരിച്ച് പ്രൈസ് പൂളും കൂടുന്നതായിരിക്കും. ഒരു 1000 പാർട്ടിസിപ്പൻസ് ഒക്കെയാണ് ഉണ്ടെങ്കിൽ ഒരു 2 ലക്ഷം USDTയുടെ പ്രൈസ് പൂളും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ടീമിൻ്റെ ഓവറോൾ PNL വെച്ചുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ PNL ഉള്ള ടീമായിരിക്കും ഇവിടെ വിന്നറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാവുന്നതാണ്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും മിനിമം ഒരു 300 USDT ആണ് ഫ്യൂച്ചേഴ്സിൽ വേണ്ടത്. ആൻഡ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. API കീസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് പറ്റില്ല, മാർക്കറ്റ് മേക്കേഴ്സിന് പറ്റില്ല. അതെല്ലാം കോമൺ ആയിട്ടുള്ള റൂൾസ് തന്നെയാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 15,000 യൂസേഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ 50,000 USDTയുടെ പ്രൈസ് പൂൾ അൺലോക്ക് ചെയ്യുന്നതായിരിക്കും. 30,000 യൂസേഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം USDTയുടെ. അങ്ങനെ യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ച് 50,000 യൂസേഴ്സ് ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ 5 ലക്ഷം USDTയുടെ പ്രൈസ് പൂൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഫസ്റ്റ് പ്ലേസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് 40% ഓഫ് ദ പ്രൈസ് പൂൾ, അതായത് ടോട്ടൽ പ്രൈസ് പൂളിൻ്റെ 40% ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ആളുകൾക്കും സെക്കൻഡ് പ്ലേസിൽ വരുന്ന ആളുകൾക്ക് 20%, തേർഡ് പ്ലേസിൽ വരുന്ന ആളുകൾക്ക് 10%. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വായിച്ച് നോക്കാവുന്നതാണ്. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോമ്പറ്റീഷനാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റ്ഗേറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പറ്റീഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.